ഇസ്രായേലിനെതിരെ കടുത്ത മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരുന്നു. ആക്രമണം അരുതെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പടക്കം അവഗണിച്ചാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ ഇത്തരത്തിൽ മിസൈൽ തൊടുക്കുന്നതിനിടെ ഇറാന് സ്വന്തം സൈനികരുടെ ജീവൻ നഷ്ടമായെന്നാണ് വിവരങ്ങൾ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമമായ ദി സൺ ആണ്. ഇറാന്റെ 181 മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഇതെല്ലാം തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുത്തിയെന്നുമാണ് ഇസ്രായേൽ അറിയിച്ചത്. എന്നാൽ മിസൈൽ ലോഞ്ചിങ്ങിനിടെ ലോഞ്ച് പാഡ് തകർന്നു വീണ് ഇറാന്റെ 2 സൈനികരാണ് മരിച്ചത്. മിസൈലുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം. ഇറാൻ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉച്ചത്തിൽ സ്ഫോടനമുണ്ടായില്ലെന്നും എന്നാൽ എന്തോ തകരുന്നതായി ശബ്ദം കേട്ടെന്നും പ്രദേശവാസിയായ ഒരു സ്ത്രീ അറിയിച്ചു. തിരിച്ചറിഞ്ഞാൽ ഭരണകൂടം പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നതിനാൽ ഇവർ പേര് വെളിപ്പെടുത്തിയില്ല. ആഘാതത്തിൽ അടുത്തുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി. തീയും മുകളിലേക്ക് ഉയർന്നതോടെ സമീപവാസികളായ ജനങ്ങൾ ഇറങ്ങി ഓടി. 22.5 ടൺ ഭാരമുള്ള സജിൽ ബാലിസ്റ്റിക് മിസൈലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. എന്നാൽ അനൌദ്യോഗികമായി ലഭ്യമായ വിവരമനുസരിച്ച് 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. എന്നാൽ ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ സ്വദേശികൾ ആരും മരിച്ചില്ലെങ്കിലും ഒരു പലസ്തീൻ സ്വദേശി കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിട്ടായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണം. ഇതിനിടെ ആയിരക്കണക്കിന് ഇസ്രായേലി കുടുംബങ്ങൾ ടെൽ-അവീവിലെ കടലോരത്തെത്തി ജൂതരുടെ പുതുവർഷം ആചരിച്ചു. അതേസമയം ഇറാന്റെ എണ്ണ പ്ലാന്റുകൾക്കും റിഗുകൾക്കും നേരെ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ പ്രതിരോധ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ ഇറാന്റെ ആണവായുധ ഭീഷണി തടയാനും ശ്രമിക്കുന്നുണ്ട്. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തവേ ബെയ്റൂട്ടിലെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു. ചുരുങ്ങിയത് 6 പേരെങ്കിലും മരിച്ചതായാണ് വിവരം. എന്നാൽ സൈനിക ശേഷിയിൽ ഇസ്രായേൽ ശക്തരാണെങ്കിലും ഒരു ചെറിയ രാജ്യമായതിനാൽ തന്ത്രപ്രധാനമായ കഴിവുകൾ കുറവാണ്. ബഫർ സോണുകൾ ഉൾപ്പെടെ സൃഷ്ടിച്ച് സൈനികശേഷി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. ഇറാൻ വലിയ രാജ്യമാണെങ്കിലും അറബ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. സൗദി അറേബ്യയിലെയും UAE-യിലെയും എണ്ണശാലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പണ്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളാണ് അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധമകറ്റാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.